തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന പൂരം വരും വെടിക്കെട്ടില്ല. ഞാനിപ്പോൾ പറഞ്ഞുള്ള വൈഫിനോട് ഇങ്ങനെ ആൾക്കാർ കൂടുതൽ വരും, കാരണം ഇനി ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ, അത് കാരണം കൂടുതൽ വരും. ഫാമിലി എന്തായാലും ഉണ്ടാവും, അതിപ്പോൾ പണ്ടത്തെ പോലെ അല്ലല്ലോ. ഇപ്പോൾ ഫാമിലി ഈ കുടമാറ്റമുള്ള കാരണം കൊണ്ട് വളരെ ഏറ്റവും കൂടുതൽ ഫാമിലീസിനാണ് അവർ. ആവേശത്തിന്റെ അലകടലായി ഇത്തവണത്തെ തൃശ്ശൂർ പൂരം അരികിലെത്തിക്കഴിഞ്ഞു. മുൻ വർഷങ്ങളെക്കാൾ ഏറെ പ്രത്യേകതകളോടെ മാന്യമായ ആഘോഷങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഇത്തവണ പൂരനഗരി ഒരുങ്ങുന്നത്. വെടിക്കെട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ശബ്ദ കോലാഹലങ്ങളിൽ നിന്നും മാറി സമാധാനപരമായി പൂരം ആസ്വദിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സുവർണാവസരമാണ്. പ്രത്യേകിച്ച് ഞായറാഴ്ച പൂരമായതിനാൽ കുടുംബസമേതം പൂരപ്പറമ്പിലെത്താൻ ഏറ്റവും അനുയോജ്യമായ സമയവുമാണിത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രായമായവർക്കും സുരക്ഷിതമായും സന്തോഷത്തോടെയും പൂരക്കാഴ്ചകൾ ആസ്വദിക്കാം. ഒരു ഫാമിലി ഫ്രണ്ട്ലി അന്തരീക്ഷമാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. ആനച്ചന്തവും മേളപ്പെരുക്കവും കുടമാറ്റത്തിൻ്റെ വർണ്ണവിസ്മയങ്ങളും നേരിൽ കണ്ട് ആസ്വദിക്കുവാൻ പൂരനഗരിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ സാംസ്കാരിക മാമാങ്കത്തിൻ്റെ ഭാഗമാകുന്ന ഓരോ തൃശ്ശൂർക്കാർക്കും എന്താണ് പറയാനുള്ളത് എന്നുള്ളത് കൂടി നമുക്ക് കേൾക്കാം. നമ്പർ 1 പൂരം തൃശ്ശൂർ പൂരം തന്നെയാണ്. തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന ആനകളായാലും, തൃശ്ശൂർ പൂരത്തിൽ ഉപയോഗിക്കുന്ന കൊടയായാലും, തൃശ്ശൂർ പൂരത്തിൽ ഉപയോഗിക്കുന്ന പഞ്ചാമരം, ആലവട്ടം ഒക്കെ പുതിയതായിരിക്കും. അത് തൃശ്ശൂർ പൂരത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഇവിടുന്നാണ് പിന്നെ ഈ കുടകളാണ് മറ്റുള്ള ക്ഷേത്രങ്ങൾക്ക് കൊണ്ടുപോകുക. ഇവിടെ എല്ലാ കൊല്ലവും ഒക്കെ പുതിയതായിരിക്കും. കൊടയായാലും പഞ്ചാമരായാലും ആലവട്ടായാലും എന്തായാലും. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, ഇവിടെ ഒരു മേളപ്രമാണി എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിൻ്റെ മേളം കൊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ ലോകത്തിലറിയപ്പെടും. ഇവിടെ തിരുവമ്പാടിയുടെയോ പാർമേക്കാവിൻ്റെ അല്ലെങ്കിൽ ഘടകപൂരങ്ങളുടെയോ ആന കോലം എടുക്കുക, അല്ലെങ്കിൽ ആ അമ്പലത്തിൻ്റെ കോലം എടുത്തു കഴിഞ്ഞാൽ ആ ആനയ്ക്കും അതിൻ്റേതായ പ്രസിദ്ധി ഉണ്ടാവും. അത് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ജനക്കൂട്ടം, ഇത്രയൊരു ജനക്കൂട്ടം ഈ ഇത്രയും റൗണ്ടിൽ, ഇത്രയും നല്ലൊരു മനോഹരമായ റൗണ്ട് ലോകത്തിൽ തന്നെ ഉണ്ടാവുമെന്ന് സംശയമാണ്. ഈ വർഷം തിരക്കുണ്ടാവും, ഗംഭീര തിരക്കുണ്ടാവും. ഞായറും തിങ്കളാണ്. വെടിക്കെട്ടിൻ്റെ കുറവുണ്ട്. പക്ഷേ ഒരു കൊല്ലം വടക്കാഞ്ചേരിയിലൊരു പൂരം വെടിക്കെട്ട് ക്യാൻസൽ ചെയ്തപ്പോൾ എന്തുണ്ടായി, ഫാമിലികൾ ഇടിച്ചു കയറി. പൂരം വെടിക്കെട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അപകടം ഉണ്ടാവില്ല, പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ ലേഡീസും കുട്ടികളും കൂടെ ഉണ്ടായി. അതുമാതിരി ചിലപ്പോൾ ഈ ഞായറും തിങ്കളായ കാരണം ഗംഭീര തിരക്കായിരിക്കും. ചിലപ്പോൾ അകലേന്നുള്ളത് ഇപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ട്, ഇപ്പോൾ ഹോട്ടലുകളിലൊക്കെ ചിലർ അഡ്വാൻസ് കൊടുത്ത് വെക്കേറ്റ് ചെയ്ത് പോകേണ്ടതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കൂടി നാട്ടുകാരും ഈ ജില്ലയിലുള്ളവരും കൂടും. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന് തൃശ്ശൂർക്കാർ വളരെ കുറവ് വരുള്ളൂ, ഫാമിലി ആയിട്ട് വീട്ടിലത്തെ ആൾക്കാരിനെ വരുന്നുള്ളൂ. ലേഡീസ് വരുന്നത് പിന്നെ പിറ്റേ ദിവസമാണ്. അതിൽ ഇത്ര 23 ലക്ഷമൊക്കെ ജനങ്ങൾ വരുന്നതാണ് കണക്കൂട്ടൽ ദേവസ്ഥത്തിൻ്റെ തന്നെ. ചിലപ്പോൾ അത് വന്നുകൂടായില്ല. ഈ കുടമാറ്റം സമയം അത് കുടമാറ്റം ഓൾറെഡി ഞാനൊരു അഭിപ്രായം, കുടമാറ്റത്തിനെ കുറിച്ചൊരു അഭിപ്രായം ഉള്ളത്, കുടമാറ്റം ഓൾറെഡി ഇവിടെ 2 കൂട്ടരും നടത്തുന്നതൊരു, ഞാൻ കുറേ കാലങ്ങളായിട്ട് കുടമാറ്റം കാണുന്ന ആളാണ്. ഏറ്റവും നല്ല നമുക്ക് ജനങ്ങൾക്ക് കാണാൻ ഇമ്പുള്ള കുടകൾ ഏറ്റവും അവസാനം വയ്ക്കും. എന്നിട്ട് എന്താ വെച്ചാൽ അതൊരു സെക്കൻഡ് കൊണ്ട് അങ്ങോട്ട് ഫിനിഷ് ചെയ്താണ് അവസാനിപ്പിക്കും. തുടക്കത്തിൽ കുറേ ഈ പച്ചയും ചുവപ്പും കുടകൾ ഇങ്ങനെ കുറേ മണിക്കൂർ ഇങ്ങനെ നീട്ടി വലിക്കും. ഞാൻ അതിനോട് വ്യക്തമായിട്ട് പണ്ടേ മുതൽ എതിർക്കുന്ന ആളാണ്. ഇത് മുന്നേ കാണിച്ചാൽ മതി. ഈ ലാസ്റ്റ് ഈ കുടകളിൽ പച്ചയും ചുവപ്പും കാണിക്കണത് അത് അവസാനം ഇങ്ങനെ നീട്ടി വലിച്ചു കൊണ്ടുപോവുക. ഈ ഏറ്റവും കൂടുതൽ ഇവർ ക്ലൈമാക്സ് എന്ന് പറയുന്ന സാധനങ്ങളാണ് മുമ്പ് ജനങ്ങൾക്ക് കാണേണ്ടത്. അത് ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈവനിങ് ആയാൽ ഒരു 6:00-ക്ക് ശേഷമാവും ചിലപ്പോൾ അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണവും കാണിക്കില്ല. പക്ഷേ അതിന് ടൈം കൂടുതൽ വെക്കണം. ഇത് ആ നേരത്ത് സ്പീഡിലാണ് കാണിക്കുന്നത്, നമുക്ക് കാണുന്നില്ല. സ്പെക്ടേഴ്സിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കാണുന്ന ആൾക്കാരെ സംബന്ധിച്ച് കാണുന്ന തന്നെയില്ല. ആ ഒരു പോരായ്മ പണ്ട് മുതലുള്ള കുടമാറ്റങ്ങൾക്കുണ്ട്. എന്നിരുന്നാലും ലോകത്തിൽ ഇങ്ങനെ 15 ആനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്ന് നിന്നിട്ട് ഇങ്ങനെ ഒരു കുടമാറ്റം നടത്തുന്നത് ലോകത്തിൽ ഇവിടെ തന്നെയുള്ളൂ. അതുമാതിരി ആ പാറമേക്കാവ് അമ്പലത്തിൻ്റെ ലോകത്തിലെ ഏത് അമ്പലങ്ങളുടെയും മുന്നിൽ ഈ ഭഗവതി, പാറമേക്കാവ് ഭഗവതി ഒരു 12 മണിക്ക് പാറമേക്കാവിൽ നിന്ന് ഇറങ്ങുന്നൊരു സീനുണ്ട്. ഞാനിപ്പോൾ തൃശ്ശൂർകാരനായി നമ്മൾ എവിടെ ഉണ്ടെങ്കിലും അവിടെ ആ നേരത്തെ ഓടിയെത്തും. അതൊരു ഭക്തിയും ആഘോഷവും ഉത്സവമൊക്കെ കൂടി ഒരു പ്രത്യേക ഒരു ചൈതന്യം ആ അമ്പലത്തിന്. ഒരു ലോകത്തിൽ ഞാനിപ്പോൾ ഒരു അമ്പലത്തിലും കണ്ടിട്ടില്ല ആ 15 ആന നിരക്കണതും ആ നിരപ്പും നിൽക്കുന്നത് പാറമേക്കാവ് അമ്പലത്തിൻ്റെ അവിടെയാണ്. മരിയലഞ്ഞിത്തറ മേളം ഗംഭീരം തന്നെയാണ്. മടത്തി നിന്നുള്ള പഞ്ചവാദി മരവ്. പിന്നെ അതിനേക്കാൾ ഒരു പിറ്റേ ദിവസം ഈ നമ്മളൊക്കെ ചെറുപ്പത്തിൽ പൂരം കഴിഞ്ഞ് ദുഃഖം മാറ്റണത് ഈ പൂരത്തിൻ്റെ കഞ്ഞിയാണ്. കഞ്ഞിയും മുതിരപ്പുഴുക്ക്, മാമ്പഴക്കൂട്ടാൻ, അതുമാതിരി മാങ്ങ അച്ചാറ്, പിന്നെ ശർക്കര കൊത്ത്, നാളികേരക്കൊത്ത്, അത് പൂരം കഴിയുമ്പോൾ ഒരു ആശ്വാസമാണ്. ഇപ്പോൾ വേറൊരു രസം കൂടിയുണ്ട്. പൂരം കഴിഞ്ഞാലും പൂരം കഴിയണില്ല. അതായത് കഴിഞ്ഞിട്ട് ഈവനിങ്ങിൽ രാത്രി ഈ ഉപചാരം ചൊല്ലി പിരിഞ്ഞിട്ടും രാത്രി 7 മണിക്ക് വീണ്ടും പാറമേക്കാവിൽ പൂരമുണ്ട്. ആ പൂരം കഴിയുമ്പോൾ 10 മണിയാവും രാത്രി. എന്നിട്ടാണ് കൊടി വലിച്ചിട്ടാണ് പൂരം നിർത്തണത്.
പക്ഷേ തൃശ്ശൂർ പൂരം ഒരു വികാരനെയാണ്. നമ്മൾ ഏതാണ്ട് ഒരു 336 മണിക്കൂർ ഏകദേശം ഇവിടെ ഉണ്ടാവും, തൃശ്ശൂർ ഉണ്ടാവും. ടിക്കറ്റ് ഇതായ ആൾക്കാർക്കൊരു അന്നേരം വരും ആൾക്കാർ. ആ വികാരം തന്നെയാണ്. ഞങ്ങൾ എല്ലാ കൊല്ലം വരാറുണ്ട്. പൂരത്തിൻ്റെ ഞങ്ങളുടെ ആറ്റുപള്ളി എന്ന് പറയുന്നത് നന്ദിപുരം. ആ കൂടുതൽ ആൾക്കാർ വരുന്ന പറയണത് വരും വെടിക്കെട്ടില്ല. ഞാനിപ്പോൾ പറഞ്ഞുള്ള വൈഫിനോട് അങ്ങനെ ആൾക്കാർ കൂടുതൽ വരും. കാരണം ഇനി ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ, അത് കാരണം കൂടുതൽ വരും. ആ പിന്നെ ഞാൻ ചെറുപ്പത്തിലേ വരാറുണ്ട് കുടമാറ്റത്തിനൊക്കെ. ഇവിടെ അമ്മച്ചിയുടെ വീട് പറവട്ടാനിയാണ്, അവിടെ നടന്നു വരും. അങ്ങനെ എല്ലാവരും കൂടി എല്ലാ ബന്ധുക്കളും കൂടുതൽ തലേദിവസം വരും. ഞങ്ങളെല്ലാവരും എന്നിട്ട് 2 ദിവസം 3 ദിവസമൊക്കെ. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ തിരക്കൊക്കെ അല്ലേ, അപ്പോൾ കുടമാറ്റത്തിൽ വരാം. പിന്നെ 2 കൊല്ലം കഴിഞ്ഞാലും 3 കൊല്ലം വന്നിട്ടുണ്ട് കുടമാറ്റത്തിന്. ശ്വാസം മുട്ടിയിട്ട് പോയി. എല്ലാം കൂടെ വരാറുണ്ട്, ഇഷ്ടം ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാറുണ്ട്. ഏതാണ് കൂടുതൽ ഇഷ്ടം? കുടമാറ്റം. ആ അതിന് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കുടമാറ്റം മാത്രം. മേളം കാണാറുണ്ട്, കുടമാറ്റം കാണാറുണ്ട്. ഞങ്ങളിപ്പോൾ ലാസ്റ്റ് 2 വർഷം ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു ഫ്ലാറ്റ് ഉണ്ട് ഞങ്ങളുടെ ഒരു കസിൻ്റെ. അപ്പോൾ അത് കാരണം അവിടെ താമസിക്കും. തലേ ദിവസം വന്ന് താമസിക്കും, പിറ്റേ ദിവസം കഴിഞ്ഞിട്ട് വെളുപ്പിനെ പോകുള്ളൂ. എല്ലാം കഴിഞ്ഞിട്ട് പോകാറുണ്ട്. ഫാമിലി എന്തായാലും ഉണ്ടാവും. അതിപ്പോൾ പണ്ടത്തെ പോലെ അല്ലല്ലോ. ഇപ്പോൾ ഫാമിലി ഈ കുടമാറ്റമുള്ള കാരണം കൊണ്ട് വളരെ ഏറ്റവും കൂടുതൽ ഫാമിലീസിനാണ് അവർ. ഇപ്പോൾ ഞാനൊരു 30 കൊല്ലം ഞാൻ പോലീസിലായിരുന്നു. 30 കൊല്ലത്തോളം അവിടെ ഡ്യൂട്ടി ചെയ്തല്ലേ. ഇപ്പോൾ റിട്ടയർഡായി 4 കൊല്ലമായി. പൊതുവെ പൂരം കുഴപ്പമില്ലാതെ പോകും. പൂരം കുഴപ്പമില്ലാവില്ല. വെടിക്കെട്ടില്ലാത്തതിൻ്റെ ഒരു ഇതുണ്ടാവും. അത് ഈ പുരുഷന്മാരായിരിക്കും കുറച്ച് കുറവുണ്ടാവുള്ളൂ. ഫാമിലീസ് ലേഡീസ് ഉണ്ടാവും എന്നാണ് എൻ്റെ അഭിപ്രായം.